ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിൽ തന്നെ ലിസ്ബണിലാണ്. പോർച്ചുഗലിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ലിസ്ബൺ. സോ ഇന്നലെ ഞാനിവിടെ കിടന്നുറങ്ങി, നല്ലപോലെ ഉറങ്ങിട്ടോ. ഞാൻ ആക്ച്വലി ഓഡീഷയിലുള്ള സമയത്ത് നല്ലപോലെ ഉറങ്ങിയതാണ്. അതിന് ശേഷം പിന്നെ എൻ്റെ ഉറക്കമൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ മൈൻഡിലൂടെ ഇങ്ങനെ പോയിട്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു 2 ഡേയ്സ് ആയപ്പോൾ തന്നെ ഈ 2 ഡേയ്സും ഞാൻ അടിപൊളിയായിട്ട് തന്നെ ഉറങ്ങി. സോ മോർണിംഗ് തന്നെ ഞാൻ അവിടുന്ന് ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വെതർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 ഡിഗ്രി 12 ഡിഗ്രി ഒക്കെയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യും, കാരണം ഇടയ്ക്ക് നല്ല കാറ്റും പിന്നെ ഉണ്ടോ കാലാവസ്ഥ ഉണ്ടോ മൊത്തം ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയതൊക്കെ ഞാൻ ഒറ്റക്കല്ല. ഹലോ, ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇതാണ് ഇന്നലെ വൈഫിനെ പരിചയപ്പെടുത്തി, നിങ്ങളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. വിജീഷ് അല്ലേ, നാട്ടില് തൃശ്ശൂർ. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു സിറ്റിയെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ ഇന്ന് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ആക്കിയിട്ട് നാളെ ഞാൻ സ്പെയിനിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതലും ഈ വിൻ്ററിൽ ആക്ച്വലി ശരിക്കും നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ടൈമല്ല. ഞാൻ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ വെസ്റ്റ് ആഫ്രിക്കയാണ്. ഏതാ? ഓക്കെ, വീഡിയോ പറ്റില്ല കേട്ടോ അവിടെ. ഇതൊരു പോർക്ക് ഹാം സാൻഡ്വിച്ച് ആണ്. നമ്മളവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇതേ ഇവിടെ നല്ല ട്രാഫിക്കാണ്. ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ചെറിയ സ്പേസ് ആണ്, പക്ഷെ ഫുൾ ഇങ്ങനെ മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ട്രാഫിക് ആവും അല്ലേ? ആ സൈഡിലെല്ലാം നോക്ക്, ഓറഞ്ചാണ് ഈ കാണുന്നത്. നമ്മളെ നാട്ടിലെല്ലാം സാധാ ചെടികൾ നിൽക്കുന്ന പോലെ ഇവിടെ മൊത്തം ഓറഞ്ച് നിൽക്കുന്നത്. മൊത്തത്തിലൊരു ഇരുട്ടാണ് പകൽ സമയമായിട്ട് തന്നെ, ഇങ്ങനെ ക്ലൗഡി വെതറാണ്. അതുകൊണ്ട് നമ്മുടെ വാസ്കോഡ ഗാമയുടെ ചരിത്രം തുടങ്ങുന്നത് പോർച്ചുഗലിൽ ഇവിടെ നിന്നാണ്, ഈ ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ. അവിടെയാണ് ഞാനുള്ളത്. വാസ്കോഡ ഗാമ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലെ കോഴിക്കോടേക്ക് ആദ്യമായിട്ട് കാലുകുത്താൻ വേണ്ടിയിട്ട് പോയില്ല. അത് ഇവിടെ നിന്നാണ് അതിന് പുറപ്പെടുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് 1497 ഈ ലിസ്ബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1498 കേരളത്തിൽ നമ്മുടെ കാലിക്കറ്റ് എത്തിയിട്ടുള്ളത്. ഈ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് കടൽ മാർഗം വാസ്കോഡഗാമയാണ് യൂറോപ്പിൽ നിന്നും ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക. നിങ്ങൾക്കറിയാം, ഞാനങ്ങനെ ചരിത്രം ഒരുപാട് അങ്ങനെ പറയുന്ന ഒരാളല്ല. സോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവാം. ഞാൻ ഇത് ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെ പറയുന്നതാണ്. പിന്നെ നമ്മുടെ സ്പൈസസും അതൊക്കെ വന്നൊരു റൂട്ട് ഇവിടെ നിന്ന് കേരളത്തിലേക്ക് പോയി, എന്താ പറയുക, കേരളത്തിൽ നിന്ന് അങ്ങനെ സ്പൈസസ് ഒക്കെ എടുത്ത് അങ്ങനെ എന്തൊക്കെയോ മാറ്റി മറിച്ച സംഭവങ്ങളൊക്കെ ആണല്ലോ. പിന്നെ വാസ്കോഡ ഗാമയുടെ ശവകുടീരെല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അത് അവരെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം ഈ ലിസ്ബണിലെ ഇതിനടുത്തൊരു മൊണാസ്ട്രി ഉണ്ട്, അത് തന്നെയാണ്. ഇവിടെ ഈ ഒരു ടോംബ് കണ്ടോ, ഇതിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ. അവിടെ അങ്ങോട്ട് എൻട്രി ഇല്ല, ഇപ്പോൾ അവിടെ ഇങ്ങനെ പണി നടക്കുന്നതായതുകൊണ്ട് ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കയറാൻ പറ്റുന്നു, പക്ഷെ അവിടെ എന്തോ വർക്ക് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. വർക്ക് നടക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ ഈ ഒരു വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ്. അല്ലെങ്കിലെല്ലാം നല്ല ക്രൗഡായിട്ടുണ്ടാവും. നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് ഒരെണ്ണം ഞാൻ അവിടെ കാറിൽ വെച്ചിട്ട് വന്നത്. ആളവിടെ കാറ് ഇലക്ട്രിക് ആയതുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരികയും ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് തണുക്കുന്നുണ്ട്. ആക്ച്വലി ഈ യൂറോപ്പിന് നമ്മുടെ കേരളമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്, ആ ഒരു സ്പൈസസ് കാര്യങ്ങൾ. അതുമാത്രമല്ല, നമ്മളുടെ പോർച്ചുഗീസിലുള്ള ജനാല എന്ന് പറയുന്നത് വിൻഡോ. ആ ജനാല എന്ന് പറയുന്നത് മലയാളമല്ല, പോർച്ചുഗീസ് വേർഡാണ്. പിന്നെ മേശ എന്ന് പറയുന്നത് അതാണെങ്കിലും പോർച്ചുഗീസ് വേർഡാണ്. അതെല്ലാം ഇവിടെ നിന്ന് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നതിന് ശേഷം വന്ന വാക്കുകളും അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പോർച്ചുഗീസിലെ പല വാക്കുകളും നമുക്ക് മനസ്സിലാവും കേൾക്കുന്ന സമയത്ത് തന്നെ. നമ്മൾ വിചാരിക്കുന്നത് മലയാളമാണല്ലോ. ഇത് ആദ്യമായിട്ട് ഞാൻ അങ്കോള എന്ന രാജ്യം ആഫ്രിക്കയിൽ പോയ സമയത്താണ് എനിക്ക് ഇത് മനസ്സിലായത്. പിന്നെ മൊസംബിക് എന്ന രാജ്യത്ത് പോയപ്പോഴും അവിടെ പോർച്ചുഗീസ് ഉണ്ടായിരുന്നു. ബ്രസീൽ വിസ എടുത്തിട്ട് ഞാൻ ബ്രസീലിൽ പോയില്ലല്ലോ, അതുകൊണ്ട് അവിടുന്ന് പിന്നെ പോർച്ചുഗീസ് കണ്ടില്ല. പിന്നെ ഇപ്പോൾ പോർച്ചുഗലിൽ വന്നപ്പോഴാണ് പോർച്ചുഗീസ് എല്ലാം കാണുന്നത്. എനിക്ക് എന്താ പറയുക, എൻ്റെ സ്പാനിഷ് എല്ലാം പൊടി തട്ടിയെടുക്കാനായിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ സ്പെയിനിലേക്ക് പോകുന്നു. പക്ഷേ പോർച്ചുഗീസും സ്പാനിഷും വളരെയധികം സിമിലർ ആയതുകൊണ്ട് തന്നെ സിം എന്നൊക്കെ, അതായത് സി എന്ന് പറയുന്നതിനോട് ഇവിടെ സിം എന്ന് പറയും. എന്നാലും എം കുറച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പല വാക്കുകളും കാസ, വീട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കൊമീദ, ഫുഡാണെങ്കിലും. ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും പോർച്ചുഗീസിലും
ഇതും. അത് ഒരു ഇച്ചിരി സ്പാനിഷ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇതെനിക്ക് കേട്ടാൽ മനസ്സിലാവാറുണ്ട്. പോർച്ചുഗീസ് കേട്ടാൽ അങ്ങനെ മനസ്സിലാവുന്നില്ല, ചിലതെല്ലാം കേട്ടാൽ മനസ്സിലാവും അങ്ങനെ. എന്നാലും കുറച്ചും കൂടെ സ്പാനിഷ് പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. പോർച്ചുഗീസ് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. കണ്ടോ ആ ഒരു ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മഴയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. മൊത്തം വെള്ളമെല്ലാം ആയിട്ട്, ചെളി വെള്ളമായിട്ട് കിടക്കുന്നത്. ഇവിടെയും ഇങ്ങനെ സാധനങ്ങളെല്ലാം വിൽക്കാൻ ആൾ വരുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് ആദ്യം 20 യൂറോ പറഞ്ഞു, പിന്നെ 10 യൂറോ പറഞ്ഞു, പിന്നെ എൻ്റെ അടുത്ത് 5 യൂറോ പറഞ്ഞു. ഇനിയും ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. മറ്റേ കയ്യിലും ഇതൊക്കെ ഇടുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി കുറേ എല്ലാം മേടിക്കുന്നതാണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ മേടിച്ചില്ല. നല്ല രസമുണ്ടായി. ഒരു 1-2 യൂറോ ആണെങ്കിൽ മേടിക്കാമെന്ന് വെച്ച്. കഴിഞ്ഞ ദിവസം എല്ലാം അവിടെ പോത്തോല 1 യൂറോനെല്ലാം കണ്ട്, പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഈ യൂറോപ്പിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ടൂറിസ്റ്റാന്നൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. കാരണം ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ ടൂറിസ്റ്റിക് സ്ഥലത്തൊക്കെ പോകണു, അതുവഴിയൊക്കെ നടക്കുന്നു, ചരിത്രം ഉറയുന്ന സ്ഥലത്ത് കൂടെയൊക്കെ നടക്കുന്നു. ബട്ട് എനിക്ക് മോസ്റ്റ്ലി വില്ലേജസ് ഒക്കെ തന്നെ ഇഷ്ടം. ഇവിടെ നമുക്കങ്ങനെ വില്ലേജസ് ആയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ആയിരിക്കും, അങ്ങനെ ഉള്ളിലേക്ക് കയറാനോ അവിടെ പോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ വെസ്റ്റ് ആഫ്രിക്കൻ ആഫ്രിക്കൻ വില്ലേജസൊക്കെയാണ് ഞാൻ എന്താ പറയുക വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും 26-ന് എൻ്റെ വിസ തീരും. അപ്പോൾ 26-ന് ഞാൻ എന്തായാലും മൊറോക്കോയിൽ എൻട്രി ചെയ്യും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സെനഗൽ അങ്ങനെ പോകാനാണ് പ്ലാന്. പക്ഷേ യൂറോപ്പ് ഭയങ്കര അടിപൊളിയാണ്. അതായത് ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കാതെല്ലാം ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും രസം ഫ്രണ്ട്സോ കപ്പിൾസോ ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇവിടുത്തെ വെതറാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടുത്തെ ക്ലീൻനെസ്സൊക്കെ കാണുമ്പോൾ എൻ്റെ മോനെ നമ്മളിങ്ങനെ അഡിക്റ്റായി പോകും. നമുക്ക് ആലോചിക്കും ഇതുപോലെ നമ്മുടെ നാടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം വളർന്ന് അല്ലെങ്കിൽ ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നാട്ടിലേക്ക് പോകുമ്പോഴേ പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇവിടെ നോക്കി എന്ത് ക്ലീനാണ്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ നോക്കി ചെളി എന്ന് പറഞ്ഞാൽ മഴ പെയ്തതിൻ്റെ കുറേ ചെളിയെല്ലാം കാണുന്നുണ്ട്. ആൾക്കാരെ കണ്ടോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നു, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവാണ് നോക്ക്. എന്നിട്ടും എത്ര ക്ലീൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ക്ലൗഡ്സ് ഈ സൈഡ് കണ്ടോ ഫുള്ള് ഡാർക്കാണ്. ഇവിടെ ഒന്ന് ബ്ലൂ ആയിട്ട് കുറച്ച് ഇതായിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫേസ് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നപ്പോൾ ഒരു മാറ്റം. കുറച്ചുകൂടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ നല്ല തണുത്ത വെതറും പിന്നെ ഇങ്ങനെ പൊടി അടിക്കുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ പൊടി അടിക്കും. ഇവിടെ മൊത്തം ക്ലീനാണ്, പൊടിയില്ല, എല്ലാം നൈസായിട്ടാണ് ഉള്ളത്. ഏകദേശം 1 വർഷം എടുത്തിട്ടാണ് വാസ്കോ ഡ ഗാമ ഇവിടെ നിന്നും നമ്മളെ കേരളത്തിലെത്തിയത്. അപ്പോൾ ഈ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ടാവും, ഫുഡിന് എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇതെല്ലാം സഹിച്ചിട്ടായിരിക്കും ആളവിടെ എത്തിയിട്ടുണ്ടാവുക. എന്തായാലും കേരളം ആ ഒരു സംഭവത്തിന് ശേഷം തന്നെ എന്താ പറയുക വേൾഡ് മാപ്പിൽ തന്നെ എന്താ പറയുന്ന ഒരു ഇടം നേടി നമ്മുടെ കാലിക്കറ്റ് എല്ലാം. എനിക്ക് ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങര ആളുടെ വീഡിയോയിൽ എവിടെയോ ഇത് കാണിക്കുന്നുണ്ട്, ഞാൻ ആ വീഡിയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അത് എവിടെയാണെന്നറിയില്ല, ഒരു കാലിക്കറ്റ് എന്ന് പറഞ്ഞ മാപ്പിങ്ങനെ കാണിക്കുന്നത് ഈ ഏരിയയിലാണോന്നറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ, അതുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് നടന്ന് ഞാനിതേ എവിടെ എത്തിയിട്ടുള്ളത് നോക്കി നോക്ക്. ദേ നമ്മളുടെ ഇന്ത്യൻ്റെ മാപ്പിലതേ ഗോവയും കാലിക്കറ്റും ഒക്കെ നോക്ക്. ഇത്രയും ഇതായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച ആ മാപ്പിൽ നമ്മളുടെ കാലിക്കറ്റും കാല് കുത്തിയോണ്ട് അതൊരു മെയിൻ സ്ഥലമായിട്ട് അവരിവിടെ ദേ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റിൻ്റെ സ്പെല്ലിങ് കാലിക്യൂട്ട് അങ്ങനെയാണ് ആയിട്ടുള്ളത് കേട്ടോ. CALECUTE 1498 അവിടെ എത്തിയിട്ടുള്ളത്. അതാണ് ഈ കാണുന്നത് കണ്ടോ. പോയ ഓരോ ആഫ്രിക്കയും ഏഷ്യയും ഓരോ ഭാഗങ്ങളും അവിടെ കാണുന്നുണ്ട് കേട്ടോ. മൊസംബിക്ക് ഞാൻ പോയിട്ടുള്ള മൊസംബിക്ക് ഉണ്ട്. പിന്നെ അവിടെ ഓരോ സ്ഥലങ്ങളും ഉണ്ട്, ഓരോന്നും ഇവിടെ കാണാം. അതിൻ്റെ ഇയറും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് രസമാണ് ഇതിങ്ങനെ ഇവിടെ കാണാൻ തന്നെ, ഭയങ്കര അടിപൊളിയാണ്. സാറിന് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളുടെ നോർത്ത് ഇന്ത്യയോ വെസ്റ്റ് ഇന്ത്യയോ നോർത്ത് ഈസ്റ്റോ ഒന്നും ഇല്ല. നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആദ്യം നമ്മളെ നാട്ടിൽ പോർച്ചുഗീസാണ് എത്തിയത്, പിന്നെ എനിക്ക് തോന്നുന്നു ഡച്ചുകാർ വന്നു, പിന്നെയാണ് ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ ബ്രിട്ടീഷ് കോളനി ആയത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇംഗ്ലീഷ് ഇപ്പോൾ അവിടെ സംസാരിക്കുന്നതും അവിടെ ഭാഷ വന്നതും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോർച്ചുഗീസ് ആയിരിക്കും എന്തായാലും വന്നിട്ടുണ്ടാവുക. ഇവിടെ കണ്ടോ ഇത് ആഫ്രിക്കയിലെല്ലാം ഇവിടെ അപ്പോൾ മൊസംബിക്കെല്ലാം അവിടെ എല്ലാം അങ്ങനെ ആയത്. അങ്കോള കണ്ടോ, അങ്കോളയിൽ അവിടെയൊക്കെ പോർച്ചുഗീസ് വന്നതിൻ്റെ റീസൺ അതാണ് കേട്ടോ. പിന്നെന്താ വേറെ എവിടൊക്കെയോ ഉണ്ട്, ഏതൊക്കെയോ പ്രിൻസിപ്പേ
അതൊരു രാജ്യമാണ്. പല സ്ഥലത്തും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതല്ല ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ. ഈ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ പോർച്ചുഗലാണ് കാണുന്നത്. അവിടുന്ന് ഞാനിതേ ഇനി അടുത്ത എൻ്റെ ട്രാവൽ ഇവിടുന്ന് ഫെറി എടുത്തിട്ട് മൊറോക്കോ ഒന്നും പിന്നെ സെനഗൽ ഇങ്ങനെ ഇതാണ് ആഫ്രിക്കേൻ്റെ മാപ്പാണിത്. ഇവിടുന്ന് ഇങ്ങനെയാണ് താഴത്തേക്ക്. അന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ വേൾഡ് മാപ്പ് എവിടെ കണ്ടാലും ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ്. കാരണം ഞാൻ പോയ സ്ഥലങ്ങളുടെ മാപ്പ് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ഇതുവഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ടല്ലോ ലോകത്തിൻ്റെ പല സ്ഥലത്ത് കൂടെ എന്ന് ഓർക്കുമ്പോൾ അത് എന്താ പറയുക, ഒരു ഗൂസ് ബംസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം കൂടെ ഉള്ള ഒരു മൊണ്യുമെൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തോന്നുന്നു, പക്ഷെ ഞാൻ കയറുന്നില്ല, പുറത്തു കൂടെ നടക്കുവാണ്. ഇവിടെ ഫിഷിങ്ങിൻ്റെ റോഡ് വെച്ചിട്ട് പോയേക്കാണേ. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടിയിട്ടുണ്ട്. നോക്ക് കണ്ടാ, അടിപൊളി. അങ്ങനെയെല്ലാം വേണം ഇവിടെ. പിന്നെ നമുക്ക് ബോട്ടിൽ ഇങ്ങനെ റൈഡ് എടുത്തിട്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകാട്ടോ. ഇവിടെ ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ നോക്ക് ആഗ്വാന്ന് എഴുതിയേക്കുന്നത്. സ്പാനിഷിലും വാട്ടറിന് അഗ്വ എന്ന് തന്നെ പറയുന്നത്. €1 കേട്ടോ, ചെറുതിന് €1. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു. ഇവിടെ വെയിലെല്ലാം വന്നപ്പോൾ സത്യം പറഞ്ഞ സന്തോഷേ. സമാധാനം, സന്തോഷം. ഇവിടെ എല്ലാം ടൂറിസ്റ്റുകളാണ് കേട്ടോ. ബസ്സിലും ഇങ്ങനെയൊക്കെ വന്നേ കാണാൻ പറ്റുന്നേ. എല്ലാവിടെയും ഇങ്ങനെ ഭയങ്കര ഒരു പ്ലസൻ്റ് ആംബിയൻസ് ആണ്. എല്ലാവരുടെയും പാട്ടൊക്കെ ആയിട്ട് വൻ വൈബാണ്. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. ഉണ്ടോ, സ്ട്രീറ്റ്സ് ആണെങ്കിലും കാണാൻ നൈസാണ്. ഇതിലൂടെ ട്രെയിൻസ് എല്ലാം പോകും കേട്ടോ. ഞാൻ നേരത്തെ എല്ലാം ഇങ്ങനെ ട്രെയിൻസ് എല്ലാം പാസ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നേ. ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ക്രിസ്മസ് മാർക്കറ്റ്സ് എല്ലാം കാണാൻ പറ്റും. അത് കൂടുതൽ നൈസ് നൈറ്റാണ്, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പോവാന്ന്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായില്ലേ, പാസ്റ്റൽ ദെ നാത. അതിൽ തന്നെ ഏറ്റവും ഒറിജിനും ഫേമസും ആയിട്ടുള്ള ഒരു സാധനമാണിത്. പാസ്റ്റൽ ദെ ബെലേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിലുള്ള ഒരു ടാർട്ട്, പാസ്റ്റൽ ദെ നാത. ഇത് ഭയങ്കര ഫേമസും പണ്ടത്തെയും കഫയാണ് കേട്ടോ. അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുമേ. നോക്കിയേ കണ്ടോ, ആ ടാർട്ട് ഉണ്ടാക്കുന്ന ഞാൻ കാണുന്നത്. കൂടെ നോക്ക് ഉള്ളതാണ് കണ്ടോ, മൊത്തം ഉണ്ടാക്കി ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി വെച്ച് നമുക്ക് കാണുന്നു. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധനം ഷുഗറാണ്, നല്ല ഷുഗറുണ്ട്. ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കഴിക്കാണ്ടോ. ഭയങ്കര ചൂടും ക്രീമിയും, പുറത്തെല്ലാം ഉള്ളിൽ ക്രീമിയും പുറത്ത് ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചുകൊണ്ട് നിൽക്കുന്നു, എൻ്റെ കയ്യിലൊക്കെ പോകുന്നു. മറ്റേ പപ്സ് കഴിക്കുന്ന പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഈ കാണുന്നത് ആക്ച്വലി ഒരു ഫുഡ് മാർക്കറ്റാണ്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ്. സ്നാക്സ്, സ്വീറ്റ് എല്ലാം, ബിയറും ലിക്കറും കോഫിയും അതെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ഇവിടുത്തെ ഇവരെല്ലാവരും സ്വീറ്റെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇത് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരങ്ങനെ തടിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എല്ലാം തടിയായിട്ടുണ്ടാവും. ടൈം ഔട്ട് മാർക്കറ്റ് ലിസ്ബൺ. ഈ ലിസ്ബവോ എന്ന് എഴുതിയേക്കുന്നുണ്ടോ. ഇവിടെ പോർച്ചുഗലിൽ, അതായത് പോർച്ചുഗീസ് ഭാഷയിൽ ലിസ്ബവോ എന്നാണ്, LISBOA എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ ലിസ്ബൺ, LISBON അങ്ങനെ വരിക കണ്ടോ. ഇതിപ്പോൾ സമ്മറല്ലായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാനും നടക്കാനും സ്ഥലം ഉണ്ടാവില്ല, അത്രക്കും തിരക്കായിട്ടുണ്ടാവേ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സും പാസ്ട്രീസൊക്കെയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ചിലപ്പോൾ ടേസ്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമേ. കണ്ടോ, അയ്യോ ഇത് നോക്ക്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കണ്ടോ. വാവ്, ഭയങ്കര വെറൈറ്റി കേട്ടാ, നല്ല രസമുണ്ട്. കേക്ക്സ് ആണെങ്കിലും എല്ലാം കാണാനായിട്ട്. ഇതൊക്കെ എന്താ, ബ്രൗണിയാണോ? എന്തൊക്കെയോ സാധനങ്ങളാണേ. കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ എല്ലാം മധുര. ഓൾറെഡി ഞാൻ തടി കൂടിയിട്ടുള്ളത് അതും ഇതൊക്കെ കഴിച്ചിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു വൈബ്. ജാപ്പനീസ് ഫുഡ്സ്, ഏഷ്യൻ ഫുഡ്സും മെക്സിക്കൻ ഫുഡ്സ്, എവറിത്തിങ് എല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. അതിൻ്റെയൊക്കെയും എന്താ പറയുക, കസ്റ്റമൈസ്ഡ് വേർഷൻ ആയിരിക്കും. സ്വീറ്റ്സ് ആണ് കാണാൻ ഭയങ്കര രസം കേട്ടോ. നോക്കി ഓരോന്നും കാണാൻ വേറെ തന്നെ ഒരു ലുക്ക്. നോക്കിയേ, ഇവിടുത്തെ ഒരു പഴയ ചേർച്ചാണ് കേട്ടോ കാണുന്നത്. നമുക്ക് മാർബിൾ വെച്ച് എന്തുണ്ടാക്കുന്നത് ഇത്ര ഹൈറ്റിൽ, വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു ഓൾഡ് സിറ്റി ഏരിയയിലാണ് കേട്ടോ. അവിടെ നോക്ക്, നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഓട്ടോ എല്ലാം കാണുന്നത്, തുക്ക് കാണുന്നുണ്ട് കേട്ടോ.
ഇവിടുന്ന് അടിപൊളിയായിട്ടുള്ള നമുക്ക് ഓരോ വ്യൂ പോയിന്റ് കാണാൻ പറ്റേ. ഇവിടെ എല്ലാം പുറത്തെല്ലാം റെസ്റ്റോറൻറ്റ്. ഇപ്പം ഇച്ചിരി വെയിൽ വന്നാണേ, ഇത്ര നേരം വെയിലേ ഇല്ലായിരുന്നു, കംപ്ലീറ്റ് മഴ പെയ്യാൻ പോയ പോലെ ആയിരുന്നു. ഇവിടെ വെതർ ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സിലൊക്കെ മാറിപ്പോവാം. ഇപ്പം നല്ല രസമുണ്ട്. മറ്റേത് തണുപ്പുള്ള സമയത്ത് എന്തോ പോലെയാ. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ലിസ്ബണിൻ്റെ അടിപൊളി വ്യൂ കാണാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ നൈസായിട്ട് കേട്ടോ. ഇത് നോക്ക്, വല്ലാത്ത വ്യൂ തന്നെ കേട്ടോ. എല്ലാം ഒരേപോലെ ഇരിക്കുന്നു, വൈറ്റും പിന്നെ ഈ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഇത് കണ്ടോ, നൈസ് വ്യൂ. വാവ്, ഇവിടെ നിന്ന് കാണിച്ചു തരേ. ഓരോ സൈഡിൽ നമുക്ക് ഓരോ വ്യൂ കാണാൻ പറ്റും കണ്ടാ. വാവ്, നമുക്ക് ലിസ്ബൺ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യം തന്നെ. ഇവിടെ കുറേ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതേ ലിസ്ബണിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണാം കണ്ടാ. ഏറ്റവും ടോപ്പിലുള്ളൊരു വ്യൂ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ. നോക്ക്, അടിപൊളി. എത്രയോ ഹൈറ്റിലാട്ടോ ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ട് നല്ല കാറ്റുണ്ടെങ്കിൽ പോലും വെയിലുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഞാനിത് അവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചിട്ട് എൻ്റെ മോനെ സൂപ്പർ മെൽട്ടിങ്, സീരിയസ്ലി വാവ്, സോ ഗുഡ്. ഇത്രയും ദിവസമായിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്തെല്ലാം എൻ്റെ മെൻ്റൽ ഹെൽത്ത് എല്ലാം ഡൗൺ ആയിരുന്നു. ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് എല്ലാം മറ്റേ എക്സ്ട്രീംലി അടിപൊളിയാണ്, ഹാപ്പിയാണ്, ഫുൾ പോസിറ്റീവ് എനർജി, ഗുഡ് വൈബ്സ്. സീരിയസ്ലി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുമ്പോൾ ആ ഒരു ഫീല് ഇനി എന്താ പറയുക, എൻ്റെ ഓരോ ഗ്രാമങ്ങളിലും കൂടെ രാപ്പാർത്ത് കഴിഞ്ഞാൽ ഫുൾ 1000 ടൈംസ് ഹാപ്പി. എന്താ പറയുക, അടിപൊളി. ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നും ലൈഫെല്ലാം എന്ത് അടിപൊളിയാണ് എന്നുള്ളത്. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ആ ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചത്. യൂഷ്വലി ഞാൻ ഫ്രാൻസിൽ നിന്നൊക്കെ കഴിച്ചപ്പോൾ ഒക്കെ എനിക്കൊരു 12 യൂറോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഹോട്ട് ചോക്ലേറ്റിന്. ഇവിടെ വെറും 5 യൂറോ ആണ് ആയിട്ടുള്ളൂ. 5 യൂറോ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യൻ റുപ്പി ഏകദേശം 550 രൂപ, ഏകദേശം ആ ഒരു റേറ്റെല്ലാം വരും. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി, ഭയങ്കര എന്താ പറയുക, ആ ഒരു ചോക്ലേറ്റിനെല്ലാം ഫീൽ തന്നെ ശരിക്കും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളി. നോക്ക്, ഫുള്ള് ഈ ഒരു ലിസ്ബണിൻ്റെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാം. അവിടെ നിന്നെല്ലാം കുറേ കറങ്ങി ഞാൻ. പിന്നെ പുള്ളിക്കാരൻ എന്നെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. ഫുള്ള് ട്രാഫിക്, അതുകൊണ്ട് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 കിലോമീറ്റേഴ്സ് പോകാൻ വേണ്ടി 2 hours എടുക്കുന്ന അത്രയും ട്രാഫിക്. അപ്പോൾ ഞാൻ മെട്രോ എല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഈവനിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് വന്നേക്കാണ്. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാരെയും കൂടെ ഇവിടെ ഉണ്ട്, മലയാളീസ്. അപ്പോൾ അവരും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതിലൊരാളാ. ഹായ്, പേര്? ഓക്കെ, ഇവിടെ അച്ഛനാവാൻ പഠിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കോളിലാണ്. ഇവിടെ എന്താ പറയുക, അച്ഛനാവാൻ പഠിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇവിടെ. നോക്ക് എന്ത് രസമാണ്. ഈ ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലൈറ്റിംഗ് എല്ലാം. റോട്ടിൽ എവിടെ നോക്കിയാലും ലൈറ്റിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വേറെ 4-5 അച്ഛന്മാരുണ്ട്. ആ അച്ഛന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു മിനിറ്റ് ആദ്യം പരിചയപ്പെടുത്തട്ടെ. സോ ഇതൊക്കെ ഇവിടുത്തെ മലയാളീസാണ്, അച്ഛനാവാൻ പഠിക്കുവാണല്ലേ? യാ, ഓൾറെഡി ജസ്റ്റ് പറഞ്ഞു. ആൻഡർസൺ. ഈ പേര്? ജോബിൻ. ഓക്കെ, നാട്ടില് ട്രിവാൻഡ്രം. ഓക്കെ, ഹായ് ഹായ്. അച്ഛനാവാൻ തന്നെ പഠിക്കുന്നയാ? ഓക്കെ, പേര്? അലൻ. നെൽസൺ. ഓക്കെ. സോ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ വന്നേക്കാണ്. ക്രിസ്മസിന്റെ ടൈമിൽ മാത്രം ഉണ്ടാവുന്ന ഒരു മാർക്കറ്റാണ് അല്ലേ? റോസിയോ ക്രിസ്മസ് മാർക്കറ്റിന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടുത്തെ മസ്റ്റ് ട്രൈ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. എന്താണ് വാങ്ങാൻ പോയിട്ടുള്ളത്? ഇത് വന്നിട്ട് ജിൻജ എന്ന് പറഞ്ഞിട്ട് ഒരു വൈന് പോലത്തെ സാധനം, പക്ഷെ വൈനല്ല, ഒരു ചെറി എന്ന് പറഞ്ഞ പഴം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പഴത്തിൽ നമ്മൾ ഒരു വൈൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് വന്നിട്ട് നമുക്ക് ഒരു ചെറിയ ചോക്ലേറ്റ് കപ്പ് ഉണ്ട്. ആ ചോക്ലേറ്റ് കപ്പിനകത്ത് കുറച്ച് അത് ഒഴിച്ചു തരും. അതൊക്കെ ടേസ്റ്റ് ആയിരിക്കും, കുടിച്ചാൽ മതി. ഓക്കെ, അവിടെ ജിഞ്ചാന്ന് ഇങ്ങനെ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹോട്ട് വൈൻ എല്ലാം മുകളിലും ജിഞ്ചാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓബിദൂസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്പെഷ്യൽ വൈനാണ്. പിന്നെ ഹോട്ട് വൈനും കാണുന്നുണ്ടല്ലോ. ഹോട്ട് വൈൻ ഉണ്ട്, ശങ്കരി എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം ഈ ഒരു ക്രിസ്മസിന്റേതായ മാർക്കറ്റ് അല്ലേ? ക്രിസ്മസ് ടൈമിലുള്ള. ഓക്കെ, ഇതാണോ? ഓക്കെ, ഇത് ചോക്ലേറ്റിന്റെ ഇതാണ്. എല്ലാം സെയിമാ? എല്ലാം സെയിം ആണ്. ഓക്കെ ഓക്കെ,
ഇത് വന്നിട്ട് ചോക്ലേറ്റ് കപ്പില് ജിഞ്ച ഒഴിച്ച് വെക്കുന്നതാണ്. ജിഞ്ച എന്ന് പറയുമ്പോൾ ഓബിദൂഷിന്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇവര് ക്രിസ്മസിനോട് എന്തോ വെച്ചേക്കാണ്. കുടിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കണം. അതാണ് ചോക്ലേറ്റ് ഓ ഇത് കപ്പ് ഓക്കെ ഓക്കെ കപ്പില് ചോക്ലേറ്റ് ആണല്ലേ. ഓക്കെ നൈസ്. കുടിച്ചോട്ടെ. സാധാ ഒരു വൈൻ മോർ സ്വീറ്റ് ആയ പോലെ ഉണ്ട്. ഇത് കഴിക്കാം. ചോക്ലേറ്റ് ആണ്. ആ വൈൻ കുടിച്ചതിന് ശേഷം കൊള്ളാം. ആ കപ്പ് തന്നെ കടിച്ചു കഴിക്കാം. നൈസ്. ഇത് നോക്ക്, ഇവിടെ എല്ലാം എന്തോ മധുരം എല്ലായിട്ട് കണ്ടിട്ട് ഒടുക്കത്തെ മധുരാന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ട് ഫുള്ള് മധുരമായിട്ടുള്ള എന്തൊക്കെയോ സ്വീറ്റ്സ് ആണ് കാണുന്നത്. കണ്ടാ ഭയങ്കര ഇതായിട്ടുള്ള കാണുന്നത്. ഓക്കെ, ഇതെല്ലാം മധുരല്ലേ? എല്ലാം സ്വീറ്റ് ആണേ. പാറ്റോ, ഡക്കോ, പോർക്കോ, ചിക്കനോ, ഉപ്പ് അതായത് ചിക്കന്, പോർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വെജ് അങ്ങനെയെല്ലാം എഴുതിയിട്ട് കാണുന്നുണ്ട് കേട്ടാ. ഓ, കാണുമ്പോഴേ ഇങ്ങനെ ഈ ക്രിസ്മസ് ആയിട്ടാണ് ഫുൾ ഇതുവഴി എല്ലാം ഇങ്ങനെ ലൈറ്റ് കാണുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ എല്ലാം ഫ്രീ ടേബിൾസ് ആണ് മോസ്റ്റ്ലി കാണുന്നത്. തണുപ്പുള്ളതുകൊണ്ട് തന്നെ പുറത്താരും അധികം ഇറങ്ങുമിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇതിൻ്റെ അടുത്ത് കൂടെ മുമ്പ് ഒരു ചൂടുണ്ട്. കാരണം അത് അവർ ഇങ്ങനെ ഹീറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട്, തീ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത് നടക്കുമ്പോൾ ആ ഒരു ചൂട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം കംപ്ലീറ്റ് ലൈറ്റ് എല്ലാം ഇട്ടിട്ട് ഞാൻ അറ്റം വരെ ഉണ്ടേ. കണ്ടില്ലേ കുറേ. പിന്നെ ഇടയ്ക്കല്ല ഇതിൻ്റെ ലൈറ്റിൻ്റെ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റിയിട്ട് ഓരോ സ്ഥലത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താ ഇത്? പ്രതിമയാണല്ലേ? ഒറിജിനലി ആരോ നിൽക്കുന്നുണ്ട്. വെറുതെ ആളെ പേടിപ്പിക്കാൻ ഇത്രയും ഹൈറ്റില്ല കണ്ടിട്ട്. ഇവിടെ നോക്ക്, ഓരോ പിള്ളേർ എന്താ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണുന്നത്. അതില്ലേ ചുമ്മാ വൈബ്, ഫുള്ള് വൈബ്. വേണ്ടാ, ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കാൻ തന്നെ മൊത്തത്തിലൊരു വൈബാണ്. ഇവിടത്തെ നമ്മുടെ ചെസ്റ്റ്നട്ട് മേടിച്ചേക്കാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിച്ചോട്ടെ. ഇവിടത്തെ നല്ല മെയിൻ സ്ക്വയറിലാണ് ഇപ്പം ഞാൻ വന്നെത്തിയിട്ടുള്ളത്. അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ എല്ലാം കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഇവിടെയാണ് കേട്ടുള്ളത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. തെഹേർദ് പാസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം തന്നെ പ്രാസ് ദ് കുമേഴ്സ്യം എന്നുള്ള ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഒത്തിരി സ്ഥലം കാണാൻ വേണ്ടി വരുന്നത് ഈ സ്ഥലങ്ങളിലാണ്. ഏറ്റവും വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഒത്തിരി ആൾക്കാരെ കാണാമല്ലോ രാത്രി. അതെ, ഇതൊരു ഫേമസ് ആയ ഒരു നദിയാണ് ഇവിടെ ഉള്ളത്. തേഷു, ഖിയു തേഷു എന്ന് പറയും. ഖിയു എന്ന് വെച്ചാൽ നദിയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ തെഹേർദ് പാസ് എന്നൊരു സ്ഥലം. തിരിച്ച് ഞാനിതേ അവിടുന്ന് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റ് എല്ലാം ആക്ച്വലി ഫുള്ളാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ആൾക്കാരുണ്ട്. ഇത് ഫുള്ളും മെയിനായിട്ട് പുറത്തുള്ള ആൾക്കാരാണ് കേട്ടോ. അവരെല്ലാം ടേബിളിൽ വന്നിരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകുക. എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി കേരള റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ആംബിയൻസ് ഇങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. ആ ഒരു വൈൻ ഗ്ലാസും ലിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസാണ്. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇതാ റൂമിലേക്ക് വന്നു. നല്ല ടയർഡാണ്. സോ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.